ഹായ്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഇട്ട ഓണത്തിൻ്റെ ചെറിയ എമൗണ്ടിലുള്ള ഓണത്തിൻ്റെ കിറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെറിയ 2-3 ഐറ്റംസ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അപ്പം ആ ഒരു ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽസ് ആണ് ആ കിറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഈ ചെറിയ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ലേസ് എടുത്തിട്ടുണ്ട്, ഈ ഒരു ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ആ ഒരു സെൻറ്റർ ഇത് കണ്ട് നമുക്കിങ്ങനെ എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഇത് ഉള്ളിൽ പോകുന്ന വിധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഇത് മേക്കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ അത് വിട്ട് പോരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു ബോ മോഡൽ നമ്മളാക്കിയെടുത്തിട്ടുണ്ട്. ബോ മോഡൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സെൻറ്ററിലായിട്ട് മുല്ലമൊട്ടോ അല്ലെങ്കിൽ ഫോം ഫ്ലവറോ ചെറിയ ഫോം ഫ്ലവറോ എന്താ വെച്ചാൽ വെച്ച് നോക്കാം. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഈ നൂല് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, നൂല് പൊട്ടിച്ചിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 വൈറ്റ് പോളൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ നടുക്ക് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് മെറൂൺ കളറാണ് കേട്ടോ. മെറൂൺ കളറ് ഫോം ഫ്ലവറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഗം ഉണ്ടെങ്കിൽ ഗം വെച്ച് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തന്നെ നമുക്ക് ഇത് പിടിപ്പിക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്നെ നമുക്ക് ഇത് അതിൻ്റെ ഇത് മടക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ ഫ്ലവറും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് അധികം വലിക്കരുത്. ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ഫോം ഫ്ലവറിൻ്റെ ഇത് എന്ന് വെച്ചാൽ അത് കീറിങ് പോരും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ സ്റ്റോണോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ കുറച്ചും കൂടി ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുന്തൻ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി ഈ ഭംഗിയാക്കാനായിട്ട് ഈ റോസ് ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഒരു നെറ്റിൻ്റെ ഇതുണ്ടല്ലോ, അപ്പം അതിൽ ഞാൻ ഗോൾഡൻ സ്റ്റോണ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ കാണുന്നില്ലേ, ആ ഒരു ഗോൾഡൻ സ്റ്റോൺ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ആ ഇതിനെ ഇങ്ങനെ ഭംഗി വരും. കുറച്ചും കൂടി ഒരു നല്ല ഇതായിട്ടുള്ള നല്ല റിച്ചായിട്ടുള്ള ഒരു ഭംഗി വരും. അപ്പോൾ ആ നെറ്റ് ഫാബ്രിക്കിൽ ഇതേപോലെ ഗോൾഡൻ സ്റ്റോണ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് പിടിപ്പിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫെൽറ്റ് ഷീറ്റ്, ചെറുതായിട്ടുള്ള ഈ ഫെൽറ്റ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒട്ടിക്കണമെന്ന് വെച്ചാൽ ഇത് കവറിങ് ആകും, കുഴപ്പമില്ല. എന്നാലും ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ.
നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ ഒരു ഇത്. അപ്പം ഇത് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ടൈപ്പ്, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഇത്. ഇനി അടുത്തത് നമുക്ക് ബോയിൽ ചെയ്യുന്നത് നോക്കാം. ഗോൾഡൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഗോൾഡൻ ഫ്ലവേഴ്സാണ് കേട്ടോ, ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. ചിലതൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കും കേട്ടോ, അത് നമ്മളൊന്ന് ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഇളകി കിടക്കും, അപ്പോൾ അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് നമ്മളിങ്ങനെ രണ്ട് ഇതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് ഫ്ലവേഴ്സായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് അതായത് ഒരു സൈഡ് കണ്ട് ഇത് വരണ വിധത്തിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ രണ്ട് ഇതായിട്ട് എടുത്തിരിക്കുന്ന ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ വെച്ച് ആ ഒരു കമ്പി ഇതിലേക്ക് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ചുറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ വരും. ഇനി അടുത്തത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഓഫ് വൈറ്റ് കളറിലെ പോളനാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ തന്നെ അതിൻ്റെ കമ്പി ഉണ്ടല്ലോ, അതും ഇങ്ങനെ വളച്ച് അതിലേക്ക് വെച്ച് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഫോം ഫ്ലവറാണ്. അത് നിങ്ങൾക്ക് ഏത് കളറ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതും അതിൻ്റെയും കമ്പി ഉണ്ടല്ലോ, ആ ഒരു ഇത് ഇതേപോലെ തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. ടൈറ്റായിട്ട് ഇരിക്കുന്ന വിധത്തിൽ, ഇങ്ങനെ ഇളകുന്ന വിധത്തിൽ ആവരുത്. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തൊരു നമുക്ക് പോളൻസിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് ചുറ്റിക്കളയാം. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ചുറ്റുമ്പോൾ അത് ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തൊരു ഗോൾഡൻ ഫ്ലവർ ഇത് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി ഒരു ഇത് പോളൻസിൻ്റെ ഇത് വെച്ച് ചുറ്റിക്കളയാം. ഇനി നമുക്ക് അവസാനം ഇതിൻ്റെ ഈ ഒരു ഇതിൽ നമ്മൾ ഇത്രയും വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ലെങ്ത്തിൽ ചെയ്തു പോകണ്ട, അതൊരു ബോറ് പോലെ, എനിക്കതൊരു ബോറ് പോലെ തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് ലെങ്ത്തിൽ വേണ്ട, ഈ ഒരു ലെങ്ത്തിലൊക്കെ മതിയാവും. എന്നിട്ട് ഇതിന് രണ്ടറ്റത്തും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഫോം ഫ്ലവറും ഒരു പോളൻസും എടുത്ത് ഇതേപോലെ ഇങ്ങനെ ഒന്നായിട്ട് നമുക്ക് ഇങ്ങനെ പിരിച്ച് എടുക്കാം. ഇതാ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇനി ഈ അറ്റത്ത് ഇങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു എൻ്റെ ഫിനിഷായിട്ട് നിൽക്കുന്ന വിധത്തിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതെന്നിട്ട് ഇങ്ങോട്ടായിട്ട് ചുറ്റിക്കളയുക, ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ എൻഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ ടേപ്പ് കണ്ടോ, ഈ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ താഴെ ഇതിലേക്ക് വന്നിരിക്കുന്ന കമ്പികളൊക്കെ ഇതിൽ കവറിങ് ആയിട്ട് പൊക്കോളും. പിന്നെ നമുക്ക് ഇത് അങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ.
ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ടൈറ്റായിട്ട് അതങ്ങ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതാ കമ്പികളൊക്കെ താഴെ വന്നിരിക്കുന്ന കമ്പികളൊക്കെ അതിൽ ഗ്രീൻ ടേപ്പിൽ കവറിങ്ങായി പൊക്കോളും. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടും ഇവിടെയൊക്കെ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കമ്പിയൊക്കെ അതിൽ കവറിങ്ങായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോണോ അല്ലെങ്കിൽ മറ്റേ ഗ്ലിറ്റർ ഷീറ്റ് അത് ഒട്ടിച്ചു കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഇതേപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോയുടെ ലുക്ക് വരണത്. ഇതിപ്പം ഇങ്ങനെ ചെയ്യണതല്ലാണ്ട് ഇത് ആദ്യം തന്നെ ഫ്ലവേഴ്സ് കമ്പിയിൽ പിരിച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഗിയർ വയർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചുറ്റി അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് ചെയ്യുന്നത് നോക്കാം. അടുത്തത് നമ്മൾ ഗോൾഡൻ ലേസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഈ ഒരു ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് ആ സെൻറ്ററിൽ കുറച്ചും കൂടി നീങ്ങി നിൽക്കുന്ന വിധത്തിൽ ഈ ഒരു പീസ് വയ്ക്കുക. അതുപോലെ തന്നെ മടക്കിയിട്ട് അടുത്ത പീസും ഇങ്ങനെ വയ്ക്കുക. ഇനി നമുക്കിത് ഈ ഒരു ഇതിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കളയാം. ഇത് ഇങ്ങനെ നിൽക്കുന്ന വിധത്തിൽ കവറിങ് ആയിട്ട് വരണം. അതിൽ സ്റ്റിച്ച് ഈ പീസിൻ്റെ ഉള്ളിൽ ഇതിൽ കൂടി പോകണം. ഇതാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഇതിൽ നമുക്കിതങ്ങ് കെട്ടിക്കളയാം. ഇനി നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഇതും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കളയാണ് കേട്ടോ. പിരിച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇതേപോലൊരു ഫെൽറ്റ് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് മുല്ല ബഡ്സ് ഒട്ടിച്ചത് നീളത്തിലുള്ള ടൈപ്പ് ബഡ്സാണ് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ നമ്മൾ ചെയ്ത പിരിച്ച് രണ്ടിതും കൂടി ചെയ്തില്ലേ, അത് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ മുല്ലമുട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഇങ്ങനത്തെ ഒരു കട്ട് ഫ്ലവർ എടുക്കാം. എന്നിട്ട് അത് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കളയാം കേട്ടോ. ഇതിൽ നമുക്ക്
ഇനി ഇത് രണ്ടും കൂടി ഒട്ടിച്ച് കളയാം. എന്നിട്ട് ഇനി ഇതേപോലെ തന്നെ ഇങ്ങോട്ടും ഈ സൈഡിലേക്കും നമുക്കിതേപോലെ ഒട്ടിച്ച് എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മീതെ നമ്മൾ ആ ഒരു ഷേപ്പിൽ പറഞ്ഞ വിധത്തിൽ ഇങ്ങനെ മൂന്നെണ്ണം ഇങ്ങനെ വെച്ച് എന്നിട്ട് അത് രണ്ടും കൂടി ഒട്ടിച്ച് കളയുമ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അതിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇത് തുന്നി പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെയും പിടിപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കളയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് എടുത്ത ആ ഒരു മുല്ലമുട്ടിൻ്റെ ഇത് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഗോൾഡൻ പോളൻസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മോഡലിൽ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കുറച്ചും കൂടി ഒരു ഭംഗി വരുമെന്ന് എനിക്ക് തോന്നിയത് പ്ലെയിനായിട്ട് ഗോൾഡൻ്റെ മുകളിൽ വയ്ക്കുന്നതിനേക്കാളും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഓരോന്നും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ബോയിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബോയിലേക്ക് കയറ്റി വെക്കാനാണ്. അപ്പോൾ അത് ഇതാകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇതിട്ട് കൊടുത്താൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൽ കൂടി ഇത് ബോ കയറ്റിയെടുക്കും. കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടത് നിൽക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവൻ കട്ട് ചെയ്ത് കളയണ്ട, കുറച്ചൊരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടും ഈ രണ്ട് സൈഡ്. എന്നിട്ട് നമുക്കിനി അത് ഒട്ടിച്ച് കളയാം. അത് നമുക്ക് ഒന്നും കൂടി ഇതായിട്ട് സ്റ്റിക്ക് ചെയ്ത് കളയാം, ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമുക്ക് ഈ ഒരു ബോ കിട്ടുക. അപ്പോൾ ഇവിടെയും നമുക്ക് ഇനി വേണമെങ്കിൽ സ്റ്റോണോ ഗ്ലിറ്റർ ഷീറ്റോ എന്താ വെച്ചാൽ ഒട്ടിച്ച് കളയാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നതൊരു സ്റ്റോണാണ് കേട്ടോ. ഇതാ നമ്മൾ ഇതുപോലെ സ്റ്റോൺ ഷീറ്റ് ഒറ്റ ലെയറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്റ്റോൺസ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു നല്ലൊരു ഭംഗി, ആ ഒരു ഗ്ലേസിങ് തിളക്കമൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ആ കിറ്റിലുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നത് വരെ ഉടനെ തന്നെ കാണാം കേട്ടോ. അടുത്ത വീഡിയോ ഇട്ട് ഇതേപോലെ മേക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.